നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. മയ്യനാട് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ ബന്ദിപ്പൂക്കളുടെ വിളവെടുപ്പ് മഹോത്സവ ഉദ്ഘാടനം നടന്നു. വാർഡ് മെമ്പർ ഹലീമയുടെ പരിശ്രമ ഫലമായി 25 സെന്റ് ഭൂമിയിൽ നട്ടുവളർത്തിയ ബന്ദിപ്പൂക്കളുടെ വിപണനോത്സവ ഉദ്ഘാടനം മയ്യനാട് LC സെക്രട്ടറി ചന്ദ്രബാബു നിർവഹിച്ചു. ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ഇത്തവണ സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പും കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീക്കാരെയും അതോടൊപ്പം തന്നെ JLG ഗ്രൂപ്പുകൾ, കൃഷി സഹായ സംഘങ്ങൾ, മറ്റ് ക്ലബ്ബുകൾ ഇവരിലൂടെ എല്ലാം കേരളത്തിലെ പൂക്കൃഷി നടത്താൻ വേണ്ടി ഒരു പരീക്ഷണമാണ് നടത്തിയത്. തീർച്ചയായും ഇത്തവണ ഏകദേശം ഒരു 50 ടൺ പൂ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. തീർച്ചയായും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് കേരളത്തിൽ ഈ ഓണത്തിനാവശ്യമായ പൂ കിട്ടുമെന്നുള്ള ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കമാണ്. അടുത്ത വർഷം വീട്ടമ്മമാർക്ക് വലിയ ഓണമാകുമ്പോൾ വലിയ ഒരു നേട്ടം ഉണ്ടാകാൻ കഴിയുമെന്നുള്ളതാണ് മാത്രമാണുള്ളത്. അങ്ങനെ ഇത് ഇവിടെ നടത്തിയ 19-ാം വാർഡിൻ്റെ മെമ്പർ ഹരിമ മെമ്പർ ഇത് കൃഷി എന്നും കൃഷിയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നേക്കുന്നത്. കൊടുക്കണ്ടേ വാർഡ് മെമ്പർ M. ഹലീമ അധ്യക്ഷയായ യോഗത്തിൽ CDS ചെയർപേഴ്സൺ ശ്രീലത, CDS ഗിരിജ, LC അംഗം അനിലാൽ, കൂടാതെ വിജയകുമാർ, തൗസീഫ്, തൗഫീഖ്, തൻസി, സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. പൊതുപ്രവർത്തകൻ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇതിനു മുമ്പും പച്ചക്കറി കൃഷിയിലൂടെ ധാരാളം വിളവെടുപ്പ് നടത്തി പ്രശംസ നേടാൻ M. ഹലീമയ്ക്ക് കഴിഞ്ഞിട്ടുള്ളതായി ഉദ്ഘാടന വേളയിൽ LC സെക്രട്ടറി പറഞ്ഞു. മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ 19-ാം വാർഡിൽ JLG ഗ്രൂപ്പിൻ്റെ ഞങ്ങൾ 3 പേരാണ് ഈ പൂക്കൃഷി തുടങ്ങിയത്. 2 പേരെ വിളവെടുപ്പാണ് ഇപ്പം നടന്നത്. ഒരാളുടേത് അവരുടെ വീട്ടിലുണ്ട്. ഇന്ന് ഞങ്ങളുടെ വിളവെടുപ്പ് മഹോത്സവം ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വന്ന കാലാവസ്ഥ വ്യതിയാനം മൂലം വളരെയധികം ചെടികൾ നമുക്ക് നശിച്ചു പോയി. ഇപ്പം ഞങ്ങൾക്ക് ഈ പൂ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഞങ്ങൾ ഈ ഓണം വിപുലമായ രീതിയിൽ എല്ലാവരുടെ കൈകളിലും ഒരു മായോ ഇല്ലാത്ത പൂക്കൾ പച്ചക്കറിക്കൊപ്പം നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമസ്കാരം. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിലെ മെമ്പർ കൂടിയായ ഹലീമ മെമ്പറുടെ ബന്ദിത്തോട്ടത്തിലെ പൂവിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടന്നത്. അപ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്കൊപ്പം തന്നെ ഓണത്തിന് അത്തപ്പൂക്കളത്തിന് ഉള്ള പൂക്കൾ കൂടി കുടുംബശ്രീയുടെ കൈകളിലൂടെ സുരക്ഷിതമായി ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ വന്ന ഒരു പദ്ധതിയാണ്. വളരെ വിപുലമായി തന്നെ മയ്യനാട് പഞ്ചായത്തിൽ ഇത് നടക്കുന്നുണ്ട്. ഇപ്പം കൃഷിഭവനും നമ്മുടെ MGNREGSൻ്റെയും കൂടെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ JLG ഗ്രൂപ്പുകൾ വഴി നമ്മുടെ പൂക്കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. മയ്യനാട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ JLG ഗ്രൂപ്പുകളുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഞങ്ങളിത് വളരെ വിശദമായി വ്യക്തമായി ചെയ്യുമെന്ന് തന്നെ എല്ലാവർക്കും വളരെ പ്രചോദനമായി നിന്നുകൊണ്ട് ഞങ്ങളിത് തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. സത്യത്തിൽ ഇത്രയും പ്രതീക്ഷയല്ല. ഇത്രയും പരിമിതമായ സ്ഥലത്ത് നിന്ന് ഇത്രയും പൂക്കൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹലീമ മെമ്പറിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതിന് ഞാൻ മെമ്പറിന് എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ ഒരു മുറം പച്ചക്കറി എന്ന വിത്ത് ഓണത്തിന് നൽകിയതാണ്. പിന്നെ ഹൈബ്രിഡ് വിത്ത് ഇത് കൃഷിഭവൻ വഴി നൽകിയതാണ്. നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് വിളവുകൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് തമിഴ്നാടിൻ്റെ മലക്കറി ആശ്രയിക്കാതെ കഴിയാൻ പറ്റും.